നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുതിർന്ന നേതാവ് പി.സി. ജോർജിനെ അനുനയിപ്പിക്കാൻ അനിൽ ആന്റണി. പത്തനംതിട്ടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സീറ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് മുതിർന്ന നേതാവ് പി.സി. ജോർജിനെ അനുനയിപ്പിക്കാൻ ബി.ജെ.പി. നേതാവ് അനിൽ ആന്റണി. ബി.ജെ.പി. നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി ഇടഞ്ഞു നിൽക്കുന്ന പി.സി. ജോർജിന്റെ പ്രതിഷേധം തണുപ്പിക്കാൻ നേരിട്ട് കാണുന്നത്. ഇന്ന് ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന അനിൽ ആന്റണി കോട്ടയത്തെത്തി ബി.ജെ.പി. ജില്ലാ നേതാക്കളെയും കൂട്ടിയാകും പി.സി. ജോർജിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണുക. അതേസമയം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിശദാംശങ്ങൾ തേടി. പി.സി. ജോർജിന്റെ പരസ്യ പ്രതികരണങ്ങളിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാൻ കാരണം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന പി.സി. ജോർജിന്റെ പരാമർശത്തിനെതിരെ എൻ.ഡി.എ ഘടകകക്ഷി കൂടിയായ ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെയും പരാതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയതിനെതിരെ പത്തനംതിട്ട ബി.ജെ.പിയിലും പരസ്യ പ്രതിഷേധം ഉയർന്നിരുന്നു. നേതൃത്വത്തെ വിമർശിച്ച് ബി.ജെ.പി. ജില്ലാ നേതാവ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതിശൂന്യ നടപടിയെന്ന് വിശേഷിപ്പിച്ച കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ പലതവണ പി.സി. ജോർജ് തന്റെ അനിഷ്ടം പരോക്ഷമായി പ്രകടിപ്പിച്ചിരുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതായി പ്രവർത്തിച്ച തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ദൈവം കൊടുക്കുമെന്നും പി.സി. ജോർജ് പ്രതികരിച്ചിരുന്നു.